ഇനി മട്ടൻ വരട്ടുന്ന ടൈമിൽ കുറച്ച് കൂർക്കയും കൂടി ചേർത്തിട്ടൊന്ന് വരട്ടി നോക്കിയിട്ടാണ് നല്ല ടേസ്റ്റാണ്. എനിക്കറിയുന്ന കുറച്ച് പേരുണ്ടല്ലോ മട്ടൻ കഴിക്കില്ല, കാരണം മട്ടൻ്റെ സ്മെല്ല് കറിയിലുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ഇതുപോലെ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ മട്ടൻ്റെ സ്മെല്ലൊക്കെ പോയി കിട്ടുമേ. നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ച മട്ടൻ ഉണ്ടല്ലോ, അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക, വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ ഗരം മസാലപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി, ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉള്ളി, തക്കാളി, അതേപോലെ വേപ്പിൻ്റെ ഇല, ഉപ്പും വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 4 വിസിൽ വരുന്ന വരെ കുക്കറിൽ വേവിച്ചെടുക്കുക. ഇനി കൂർക്കൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് അത് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കുക്കറിൻ്റെ വിസിൽ പോയതിന് ശേഷം ഈ കൂർക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു വിസിൽ വരുന്ന വരെ അതൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം ഒരു കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവയും പച്ചമുളകും വേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ കൂർക്കയും മട്ടനും വേവിച്ചിട്ടുണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് അതിൻ്റെ നീര് വറ്റി വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കട്ടോ. ഇപ്പം നമ്മൾ ഐറ്റം ഇവിടെ റെഡി ആയിക്കണേ.